WWE-യിൽ ഒരുപാട് ഡ്രീം മാച്ചുകൾ നടക്കാറുണ്ട്. നടക്കാതെ പോയിട്ടുള്ള ഡ്രീം മാച്ചുകളാണ് അതിനേക്കാൾ കൂടുതൽ. എന്നാൽ വർഷങ്ങളായിട്ട് ഏകദേശം 20 വർഷക്കാലത്തോളം WWE ഫാൻസ് കാത്തിരുന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഡ്രീം മാച്ച് ഉണ്ടായിരുന്നു. അതായിരുന്നു ഗോൾഡ്ബർഗ് വേഴ്സസ് അണ്ടർടേക്കർ തമ്മിലുണ്ടായിരുന്ന ഡ്രീം മാച്ച്. WWE-യുടെ ഐക്കണായിട്ടുള്ള ഗോൾഡ്ബർഗും WWE-യുടെ ഡെഡ്മാൻ ആയിട്ടുള്ള റെസ്ൽമേനിയ സ്ട്രീക്കിനുടമയായിട്ടുള്ള അണ്ടർടേക്കറും തമ്മിലുള്ള മത്സരത്തിന് വേണ്ടിയിട്ട് കാണികൾ വർഷങ്ങളായിട്ട് കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള സ്ട്രീക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. അണ്ടർടേക്കറിനുണ്ടായിരുന്നത് റെസ്ൽമേനിയയിൽ അൺഡിഫീറ്റഡ് സ്ട്രീക്ക് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഗോൾഡ്ബർഗിനുണ്ടായിരുന്നത് 170+ മാച്ചുകളിൽ തോൽക്കാതെ വിജയിച്ചു വന്നിട്ടുണ്ടായിരുന്നതിന്റെ സ്ട്രീക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ മത്സരിക്കുമ്പോൾ ആര് വിജയിക്കും എന്നുള്ളത് കാണാൻ വേണ്ടി കാണികൾ എല്ലാവരും തന്നെ അക്ഷമരായിട്ട് കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കാത്തിരുന്നത് വർഷങ്ങൾക്ക് മുൻപാണെന്ന് മാത്രം. അവരുടെ പ്രൈം കാലഘട്ടത്തിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു മത്സരവും മത്സരിച്ചിട്ടേ ഇല്ലായിരുന്നു. എന്നാൽ അണ്ടർടേക്കറും കെയ്നും തമ്മിൽ ഫ്യൂഡ് വെക്കുന്ന സമയത്ത് കെയ്നും ഗോൾഡ്ബർഗും തമ്മിലുള്ള മത്സരങ്ങളെല്ലാം തന്നെ നടന്നിട്ടുള്ളതും ഗോൾഡ്ബർഗിന്റെയും കെയ്ന്റെയും മത്സരത്തിൽ അണ്ടർടേക്കർ ഇന്റർഫിയർ ചെയ്ത് വരുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ 2019 ഇവർ തമ്മിലുള്ള മത്സരം വെച്ചപ്പോൾ WWE ഫാൻസിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിരുന്നു. അതായത് ദുരന്തമായിരുന്നു. WWE ഫാൻസ് വിചാരിച്ചത് എന്താണോ അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ മാച്ചിൽ നടന്നിട്ടുള്ളത്? ഗോൾഡ്ബർഗ് വേഴ്സസ് അണ്ടർടേക്കർ തമ്മിലുള്ള മാച്ച് എങ്ങനെയാണ് നടന്നത്? അതിന്റെ ഫ്യൂഡ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. WWE-യിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ റെസ്ൽമേനിയകളിലും മത്സരിച്ച് വന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അണ്ടർടേക്കർ എന്ന് പറയുന്നത്. അങ്ങനെ റെസ്ൽമേനിയ 35 എത്തി. പക്ഷേ റെസ്ൽമേനിയ 35 അണ്ടർടേക്കർ വന്ന് മത്സരിച്ചിട്ടേയില്ല. അദ്ദേഹം റെസ്ൽമേനിയ 35 വരില്ല എന്നുള്ളത് അനൗൺസ് ചെയ്യുകയുണ്ടായി. ഫാൻസിന് എല്ലാവർക്കും സങ്കടമായി. റെസ്ൽമേനിയ 35 കഴിഞ്ഞതിന് ശേഷമുള്ള റോ എപ്പിസോഡിൽ അണ്ടർടേക്കർ ഒരു സർപ്രൈസ് എൻട്രി നടത്തി എലയസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന റെസ്ലറെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. പിന്നീട് വീണ്ടും അണ്ടർടേക്കറിനെ കാണാതായി. അങ്ങനെ ഏപ്രിൽ മാസത്തിൽ വന്നു പോയിട്ടുണ്ടായിരുന്ന അണ്ടർടേക്കർ പിന്നീട് എത്തിയിട്ടുള്ളത് ജൂൺ 3-ാം തീയതി നടന്നിട്ടുണ്ടായിരുന്ന ഒരു റോ എപ്പിസോഡിലായിരുന്നു. ആ ഒരു റോ നടക്കുന്നതിന് മുൻപേ ആർക്കും തന്നെ അറിയില്ലായിരുന്നു അണ്ടർടേക്കർ വരുമെന്നുള്ളത്. പെട്ടെന്ന് തന്നെ ടേക്കറിന്റെ ഒരു മ്യൂസിക് അവിടെ കേൾക്കുകയുണ്ടായി. അങ്ങനെ ടേക്കർ WWE-യുടെ റിങ്ങിലേക്ക് കടന്നു വന്നു. ടേക്കർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഡെഡ്മാനുമായിട്ട് അല്ലെങ്കിൽ മരണവുമായിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഗോൾഡ്ബർഗിന് അതിന്റെ ആൻസർ ഈ വരുന്ന വെള്ളിയാഴ്ച നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ WWE-യിൽ വർക്ക് ചെയ്യുന്ന ഗോൾഡ്ബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലി മാനെ എനിക്ക് വേണ്ട. പണ്ടുണ്ടായിരുന്ന മിത്തിക്കൽ ഐക്കൺ ഗോൾഡ്ബർഗിനെയാണ് എനിക്ക് വേണ്ടത്. അതായത് സ്ട്രീക്കിന്റെ ഉടമയായിട്ടുള്ള ഗോൾഡ്ബർഗിനെ, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അൺഡിഫീറ്റഡ് ആയിട്ടുള്ള ഗോൾഡ്ബർഗിനെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെയല്ലാതെ ഏതെങ്കിലും ഫാമിലി മാൻ ആയിട്ടുള്ള ഗോൾഡ്ബർഗ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഗോൾഡ്ബർഗിന്റെ ഏറ്റവും അവസാനത്തെ മാച്ച് ആയിരിക്കും കാണാൻ വേണ്ടി പോകുന്നത്. ഗോൾഡ്ബർഗ് തന്റെ കരിയറിൽ ഇതുവരെ അനുഭവിക്കാത്ത എല്ലാ പെയിനും ഈ ഒരു മാച്ചിലൂടെ താൻ അനുഭവിപ്പിക്കും. ഗോൾഡ്ബർഗിനെ താൻ റെസ്റ്റ് ഇൻ പീസ് ആക്കി മാറ്റുമെന്നുള്ളത് അണ്ടർടേക്കർ പറഞ്ഞു. എന്നിട്ട് ഗോൾഡ്ബർഗ് യു ആർ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗോൾഡ്ബർഗിന്റെ അതേ ക്യാച്ച് ഫ്രേസ് തന്നെ അണ്ടർടേക്കർ അവിടെ നിന്നും പറഞ്ഞുകൊണ്ടായിരുന്നു റിംഗ് വിട്ട് ടേക്കർ പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നടന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഗോൾഡ്ബർഗ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം തന്റെ കരിയറിൽ ആദ്യമായിട്ടായിരുന്നു ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. റെസ്ലിംഗിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഒന്നിൽ പോലും ഗോൾഡ്ബർഗ് പങ്കെടുത്തിട്ടില്ലായിരുന്നു. എന്നിട്ട് അണ്ടർടേക്കറിന്റെ ഡിമാൻഡ് താൻ അനുസരിക്കുന്നു, താൻ ശരിവെക്കുന്നു എന്ന് പറഞ്ഞ് ഫാമിലി മാൻ ഗോൾഡ്ബർഗിനെ വീട്ടിൽ വെച്ചിട്ടാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. തന്റെ സ്ട്രീക്കുള്ള ഗോൾഡ്ബർഗിനെയാണ് ഇനി ടേക്കർ ഡെഡ്മാൻ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആരായിരിക്കും ബെറ്റർ മാൻ എന്നുള്ളത് നമുക്ക് ഈ വെള്ളിയാഴ്ച അറിയാം. അതായത് സൂപ്പർ ഷോഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വ്യൂവിൽ മനസ്സിലാകുമെന്നുള്ളതായിരുന്നു ഗോൾഡ്ബർഗ് അണ്ടർടേക്കറിനെ ഭീഷണിപ്പെടുത്തിയത്. അങ്ങനെ ഭീഷണിപ്പെടുത്തി സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ഫാൻസ് മുഴുവൻ ഗോൾഡ്ബർഗിന് വേണ്ടിയിട്ടായിരുന്നു ചാൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ അണ്ടർടേക്കറിന്റെ ഡോങ് മ്യൂസിക് അവിടെ കേൾക്കുകയുണ്ടായി. ഗോൾഡ്ബർഗിന്റെ നേരെ പുറകിൽ അണ്ടർടേക്കർ ഉണ്ടായിരുന്നു. പക്ഷേ ഗോൾഡ്ബർഗിന് അത് മനസ്സിലായി. ഗോൾഡ്ബർഗ് നേരെ തിരിഞ്ഞ് ടേക്കറുമായിട്ട് ഫേസ് ടു ഫേസ് നിന്നു. പക്ഷെ അവർ തമ്മിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല. വേറെ ഒരു തവണ കൂടി മരണമണി മുഴങ്ങി അണ്ടർടേക്കർ അവിടെ നിന്നും അപ്രത്യക്ഷമായി. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത് സൂപ്പർ ഷോഡൗൺ 2019 ആയിരുന്നു. ഇതിലായിരുന്നു ഗോൾഡ്ബർഗ് വേഴ്സസ് അണ്ടർടേക്കർ തമ്മിലുണ്ടായിരുന്ന മാച്ചും നടന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈ ഒരു മാച്ചിന് പവർ ഇല്ലാത്തതായിട്ട് എല്ലാവർക്കും തോന്നിയതിന്റെ പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മറ്റൊന്നുമല്ല, ഈ ഒരു മാച്ചിന് നല്ല ഒരു സ്റ്റോറി ലൈൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഒരു റോ എപ്പിസോഡും ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡും മാത്രമേ ഈ ഒരു മാച്ചിന് മുന്നോടിയായിട്ട് WWE കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. WWE-യുടെ ഏറ്റവും മികച്ച രണ്ട് റെസ്ലേഴ്സ് തമ്മിൽ ആദ്യമായിട്ട് മത്സരിക്കുന്ന മാച്ച്, എല്ലാവരുടെയും ഡ്രീം മാച്ച്. പക്ഷേ ഇതിനാകെ കൊടുത്തിട്ടുള്ളത് 2 എപ്പിസോഡുകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാച്ച് ഇത്രത്തോളം മോശമായിട്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നത്. ആർക്കും ഇമോഷണലി ആ ഒരു മാച്ച് കണക്ട് ആയിട്ടില്ലായിരുന്നു. ഏതെങ്കിലും ഒരാളെ വില്ലനായിട്ടോ ഏതെങ്കിലും ഒരാളെ ഹീറോ ആയിട്ടോ WWE ശരിക്കും കാണിക്കാമായിരുന്നു. അതൊന്നും കാണിക്കാതെ തന്നെയാണ് ആ ഒരു മാച്ചിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ്.
എന്തിനാണ് അണ്ടർടേക്കർ വന്നിട്ട് ഗോൾബർഗിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്, ഗോൾബർഗ് എന്തിനാണ് അണ്ടർടേക്കറിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്, എന്തിനാണ് ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നത്, ഇതിനൊന്നും വ്യക്തമായിട്ടുള്ളൊരു ഉത്തരമില്ലാത്തത് തന്നെയായിരുന്നു ഫാൻസിന് എല്ലാവർക്കും ആ ഒരു മാച്ചിനോട് അത്രത്തോളം പവർ ഇല്ലാത്തതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ തമ്മിലുള്ള മാച്ച് തുടങ്ങി. മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഗോൾബർഗിന്റെ എൻട്രൻസിൽ ഗോൾബർഗിന്റെ തല പൊട്ടി ബ്ലഡ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സാധാരണ എല്ലാ മാച്ചിന്റെ എൻട്രി നടത്തുന്നതിന് മുമ്പും ഗോൾബർഗ് ഒരു കാര്യം ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ റൂമിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പേ റൂമിന്റെ ഡോറിൽ തലകൊണ്ട് ഒരു ഇടിയിടിക്കും. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു പവർ വരിക എന്നുള്ളതാണ് ഗോൾബർഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു മാച്ചിന് വരുന്നതിന് മുമ്പേ അങ്ങനെ ഒരു ഇടിയടിച്ചപ്പോൾ ഗോൾബർഗിന്റെ ബോധം പകുതിയോളം പോയിട്ടുണ്ടായിരുന്നു എന്നാണ് ഗോൾബർഗ് തന്നെ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞത്. അങ്ങനെ ആ ഒരു പകുതി ബോധത്തിൽ റിംഗിലേക്ക് വന്ന ഗോൾബർഗും അണ്ടർടേക്കറും തമ്മിലുള്ള മാച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്തു. തുടങ്ങിയ ഉടനെ തന്നെ ഒരു 2 സ്പിയർ ആയിരുന്നു അണ്ടർടേക്കറിന് ഗോൾബർഗ് വെച്ചു കൊടുത്തത്. പക്ഷേ ടേക്കർ അതിൽ തോറ്റില്ല. ടേക്കർ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വന്നു. ഗോൾബർഗിനെ ഒരു ചോക്ക് സ്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഗോൾബർഗ് ആ കൈ പിടിച്ച് ഒടിച്ചെടുത്തു. ടേക്കർ സാധാരണ ചെയ്യുന്ന ലെഗ് ലോക്കെല്ലാം തന്നെ ഗോൾബർഗ് ടേക്കറിനെ ചെയ്യുകയുണ്ടായി. പിന്നീട് ഇത് കഴിഞ്ഞ് ടേക്കറിനെ ഒരു കോർണറിലേക്ക് ഇട്ട് സ്പിയർ ചെയ്യാൻ വേണ്ടി ഓടി വന്നതായിരുന്നു ഗോൾബർഗ്. പക്ഷേ ആ ഒരു സ്പിയർ മാറിക്കൊണ്ടിട്ടുണ്ടായിരുന്നത് റിംഗ് പോസ്റ്റിലായിരുന്നു. അതോടുകൂടി പകുതി ബോധം പോയിട്ടുണ്ടായിരുന്ന ഗോൾബർഗിന്റെ മുഴുവൻ ബോധവും പോയി. തലയിലൂടെ ബ്ലഡും ഒരുപാട് ഒഴുകുകയുണ്ടായി. WWE ശരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള മാച്ചിന്റെ കഥകളെല്ലാം തന്നെ കുറച്ചുകൂടി നേരം നിന്നിട്ട് ഒരുപാട് ഫിനിഷർ എല്ലാം തന്നെ ചെയ്തിട്ടുള്ള മാച്ചുകളായിരുന്നു. പക്ഷേ ഗോൾബർഗിന്റെ ബോധം പോയതാണ് ഇതിൽ ഏറ്റവും പ്രധാന വില്ലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അണ്ടർടേക്കർ ഒരു ചോക്ക് സ്ലാം ചെയ്തു, ടോം സ്റ്റോൺ പൈൽ ഡ്രൈവർ ചെയ്തു. എന്നിട്ടും ഗോൾബർഗ് അവിടെ കിക്ക് ഔട്ട് ചെയ്യുകയുണ്ടായി. പിന്നീട് ബോധമില്ലാതെ മത്സരിച്ചിട്ടുണ്ടായിരുന്ന ഗോൾബർഗിന്റെ ഒരു മത്സരം തന്നെയായിരുന്നു നമ്മൾ അവിടെ കണ്ടത്. എന്നാലും ഓടി വന്നിട്ടുണ്ടായിരുന്ന അണ്ടർടേക്കറിനിട്ട് ഒരു സ്പിയർ കൊടുക്കാൻ വേണ്ടി ഗോൾബർഗിന് സാധിച്ചു. സ്പിയർ മാത്രമല്ല, തനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജാക്ക് ഹാമർ ചെയ്യണമെന്നുള്ള അതീവ ആഗ്രഹം ഗോൾബർഗിനുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ജാക്ക് ഹാമർ ഒന്നുകൂടി മാറിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അണ്ടർടേക്കറിന്റെ ലൈഫ് വരെ അവിടെ നശിച്ചു പോയേനെ. കാരണം അദ്ദേഹത്തിന്റെ കഴുത്തൊടിഞ്ഞു പോകാനുള്ള ഒരു ലെവലിലുള്ള ജാക്ക് ഹാമർ ആയിരുന്നു ഗോൾബർഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് അണ്ടർടേക്കറിനെ അതൊരു പ്രശ്നമായി തോന്നിയില്ല. പിന്നീട് അണ്ടർടേക്കറിനെ എടുത്ത് പൊക്കാൻ വേണ്ടി നോക്കുന്നു. ഗോൾബർഗിനെ കൊണ്ട് ടേക്കറിനെ താങ്ങുന്നില്ല. അണ്ടർടേക്കർ ഒരു ചോക്ക് സ്ലാം ചെയ്യുന്നു. 3 അടിയിൽ കൂടുതൽ ഗോൾബർഗിനെ എടുത്ത് പൊക്കാൻ വേണ്ടി അണ്ടർടേക്കറിന് കഴിയുന്നില്ല. രണ്ടുപേരും കഷ്ടപ്പെടുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഏറ്റവും അവസാനം അണ്ടർടേക്കർ വിജയിച്ചു കഴിഞ്ഞ് ടേക്കറിന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും അതേ ഒരു എക്സ്പ്രഷൻ തന്നെയായിരുന്നു മാച്ച് കണ്ട എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നത്. ഈ മാച്ചെല്ലാം തന്നെ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ടേക്കർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ കരിയറിൽ താൻ മത്സരിച്ചതിൽ വെച്ച് ഏറ്റവും വേഴ്സ്റ്റ് മാച്ച് ആയിരുന്നു ഗോൾബർഗിനെതിരെയുള്ള സൂപ്പർ ഷോഡൌണിലെ മാച്ച് എന്ന്. അവർ പ്ലാൻ ചെയ്ത പോലെ ഒരു കാര്യവും ആ മാച്ചിലൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഏറ്റവും പ്രധാന കാരണം ഗോൾബർഗിന് ആ ഒരു കൺകഷൻ വന്നതുകൊണ്ട് തന്നെയാണ്. ഒരു 2000-2002 ആ ഒരു കാലഘട്ടത്തിലെങ്ങാനുമാണ് ഇവർ തമ്മിലുള്ള ഈ ഒരു മാച്ച് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ WWE ഏറ്റവും കിടിലൻ മാച്ചുകളുടെ ലിസ്റ്റിലേക്ക് ഇപ്പോഴും ഈ ഒരു മാച്ചും ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു മാച്ച് ഇപ്പോഴും റീവാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് WWE ഏറ്റവും വലിയ ഡ്രീം മാച്ച് ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിട്ട് മാറിയത്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റേതെങ്കിലും സൂപ്പർ താരത്തിന്റെ മറ്റേതെങ്കിലും കഥയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗായ്സ്.